ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പോകുന്ന ഈ ഒരു ജേണി ഇത് നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ ആ ഒരു ജേണിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, അതായത് നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു ന്യായം ലഭിക്കാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നവരാണ്. ഇവിടെ സഡനായിട്ട് നിങ്ങൾ 5 നമ്പർ കൂളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക സഡനായിട്ട് ഒരു ഗെയിൻ ഉണ്ടാവാൻ പോവുകയാണ്. 5 നമ്പർ സഡൻ ഗെയിനും സഡൻ ആയിട്ടുള്ള നഷ്ടത്തിനെയും സൂചിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു 5 നമ്പർ നിങ്ങൾ കാണുന്നത് സഡൻ ഗെയിൻ ആണ് എന്നാണ്. അപ്പോൾ സഡനായിട്ടൊരു ഗെയിൻ, അതായത് ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ 5 നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ഒരു സമയം ആ ഒരു ന്യായമാണ് സംഭവിക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ന്യായം. അപ്പോൾ ചില ആൾക്കാർ പറയും കർമ്മ റിട്ടേൺ അതാണോ, ഉറപ്പായിട്ടും കർമ്മ റിട്ടേൺ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ദൈവം ന്യായം പ്രവർത്തിക്കുന്നതായിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ന്യായം പ്രവർത്തിക്കുന്നതായിട്ട്, അങ്ങനെ ഒരു ന്യായമാണ് ഈ ഒരു സമയം കാണാൻ സാധിക്കുക. അതായത് ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സമയം അനുസരിച്ച് ഒരു തോന്നൽ ഉണ്ടായി, അതനുസരിച്ച് അവർ ജീവിതത്തിൽ ഓരോ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്തിനനുസരിച്ച് നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ഏത് രീതിയിലും ഉത്തരം പറയണം, റിപ്ലൈ കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പകച്ചിരിക്കുന്നു. ഇനി തൊട്ട് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഏത് രീതിയിൽ റിപ്ലൈ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അതായത് ഓരോ സമയത്ത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്ത് റിപ്ലൈ ആണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്, എല്ലാ കാര്യത്തിലും ഒരു തോന്നൽ അപ്പം ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നും. ആ രീതിയിലുള്ള ഒരു ന്യായമാണ് ആദ്യം നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ന്യായം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ, എൻ്റെ ആ ഒരു മനസ്സ് ഇപ്പോൾ സ്വതന്ത്രമായിരിക്കണം. മുന്നേയൊക്കെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്ന് ഒരു വ്യക്തി എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല, എൻ്റെ മനസ്സ് സ്വതന്ത്രമായിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അതായത് ഒരു വ്യക്തിക്ക് സമയങ്ങളിൽ അവരുടെ ആ ഒരു ബുദ്ധിയുടെ സപ്പോർട്ട്, അവരുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ഇതുവരെയും ലഭിക്കാതെ പോയി. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി ബുദ്ധിയുടെ ആ ഒരു സപ്പോർട്ട് കിട്ടാതെ ഒരു ചില സമയങ്ങളിൽ ഹാങ് ആയിരിക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ ആ ഒരു ബുദ്ധിയുടെ സപ്പോർട്ട് കൊണ്ട് വലിയൊരു മാനസികമായിട്ടുള്ള വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയം മെയിനായിട്ട് നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട് എങ്കിൽ, വയറ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു രോഗം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രോഗത്തിൽ നിന്ന് വിമുക്തരാക്കുന്നതാണ് നിങ്ങളെ. ഇവിടെ വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഒത്തിരി ഗുളിക കഴിച്ചു, പക്ഷേ അതിൽ ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടായില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ശാരീരികമായിട്ടുള്ള രീതിയിലും മാനസികമായിട്ടുള്ള രീതിയിലും വളരെ ആരോഗ്യമായിട്ടുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് ഫീലാകും. അതായത് എനിക്കൊരു അസുഖവുമില്ല, എൻ്റെ അസുഖങ്ങളെല്ലാം മാറി, അങ്ങനെ ഫീലാകും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ യാത്ര വളരെ മാറ്റങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല മാറ്റങ്ങളിലേക്ക്. നിങ്ങൾക്ക് 5 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു യാത്രയിൽ. മുന്നേ 555 നമ്പർ കണ്ടപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നഷ്ടമാണ് നിങ്ങൾക്കുണ്ടായത്. പക്ഷേ ഇനി ഈ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഗെയിനാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഒരിക്കലും 4 ആ ഒരു എനർജിയിൽ ഇരിക്കരുത്, നിങ്ങൾ 5 ആ ഒരു എനർജിയിൽ ഇരിക്കുക. അതായത് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന സന്തോഷം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുക. ചില ആൾക്കാർക്ക് നമ്പർ 5 കൂടെ 7 നമ്പറും കൂടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വെൽക്കം ചെയ്യാൻ തയ്യാറിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതായിരിക്കും. ഇതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്തു വച്ച കാര്യങ്ങളുടെ എല്ലാം ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ചിലപ്പോൾ മുന്നേ നിങ്ങൾക്ക് ഒരു നല്ല ഉയർച്ച കിട്ടിക്കാണത്തില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച കിട്ടും. അതായത് നമ്മൾ ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആ ഒരു വിത്ത് നേരത്തെ പാകിക്കഴിഞ്ഞു. ഇനി അത് വളർന്ന് വലുതാവുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കത്തില്ല. നമ്മളുടെ ഭാഗ്യവും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ബുദ്ധി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തായിരിക്കാം. ആ ഒരു സമയമാണ് ഈ ഒരു സമയം. ഇവിടെ നിങ്ങളിൽ നിന്നൊരു നെഗറ്റിവിറ്റി ഇല്ലാതായി പോകുന്ന സമയം കൂടിയാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇലൂഷൻ വരുന്നത് കുറയുന്നു. ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇലൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, അങ്ങനെ നമ്മളെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യത്തില്ല, അത് ഉണ്ടാവത്തില്ല. ഇലൂഷൻ ക്രിയേറ്റ് ആകുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. ആ സംശയം മാറുമ്പോഴാണ് നമ്മളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവെയറായിട്ടിരിക്കുക. നിങ്ങളുടെ ആ ഒരു ആജ്ഞാചക്ര അത് വന്നിട്ട് ഹീലാവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രോബ്ലംസ് ആയിക്കൊള്ളട്ടെ അത് മാറാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ എപ്പോഴും നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റത്തില്ല, ദൈവത്തിന് പോലും മാറ്റാൻ പറ്റത്തില്ലാത്ത പ്രശ്നങ്ങളാണ് എന്ന്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട്, അത് ദൈവം മാറ്റി തരുന്നതാണ്. കാരണം അദ്ദേഹത്തിന് മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. ഇവിടെ നിങ്ങൾക്കിപ്പോൾ 1111 അല്ലെങ്കിൽ 811 കാണാൻ സാധിക്കുന്നുണ്ടാകാം. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഇപ്പോഴും OCDയുടെ ആ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കാൻ പേടി, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കാൻ പേടി, എല്ലാത്തിനും പേടി. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പേടി, എല്ലാത്തിനും പേടി. OCDയുടെ പ്രശ്നം, ഭയമാണ് നിങ്ങൾക്ക്. ചില ആൾക്കാർക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്തായാലും നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും, എൻ്റെ ഈ ഒരു പ്രശ്നം മാറിയല്ലോ, എനിക്കിപ്പോൾ പഴയ ആ ഒരു ഭയമൊന്നും ഇപ്പോൾ ഇല്ല, ഒറ്റയ്ക്ക് എല്ലായിടവും ഞാൻ സഞ്ചരിക്കുന്നു, ഒറ്റയ്ക്കൊരു റൂമിൽ ഇരിക്കാൻ എനിക്കൊരു പേടിയുമില്ല. നിങ്ങളുടെ ആ ഒരു പ്രശ്നമേ നിങ്ങൾ മറന്നു പോകും. ആ രീതിയിലായിരിക്കും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാവുന്നത്. ഒരു വ്യക്തിയെ മാനസികമായിട്ട് റെഡിയാക്കി ഇരുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും ആദ്യം ദൈവം മാറ്റും. എന്നിട്ടായിരിക്കും ആ ഒരു വ്യക്തിയെ മാനസികമായിട്ട് റെഡിയാക്കി ഇരുത്തുള്ളൂ. കാരണം ആരോഗ്യവും സമാധാനവും എല്ലാം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അവരുടെ എന്ത് പ്രശ്നമാണോ ആദ്യം അവർ ഫേസ് ചെയ്യുന്നത്, ആ പ്രശ്നത്തിൽ നിന്നൊരു മുക്തി അവർക്കുണ്ടായാൽ മാത്രമേ അവർക്ക് ആരോഗ്യവും സമാധാനവും സംതൃപ്തിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും ദൈവം ആദ്യം ഏതാണോ ആദ്യം നീക്കേണ്ടത് അതിനെ ആദ്യം നീക്കി നിങ്ങളുടെ ആ ഒരു സന്തോഷം, സമൃദ്ധി, സമാധാനം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. ഒരു വ്യക്തിയുടെ ചിന്തകൾ അവസാനിക്കുമ്പോഴും ഒരു വ്യക്തിയുടെ തടസ്സങ്ങൾ അവസാനിക്കുമ്പോഴുമാണ് അവർക്ക് ഇച്ചിരിയെങ്കിലും ഒരു സമാധാനം ലഭിക്കുന്ന. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ ആശ്വാസമായി, ഇനി എനിക്ക് സന്തോഷമായിട്ട് ഉറങ്ങാം, സമാധാനമായിട്ട് ഉറങ്ങാം, അങ്ങനൊരു തോന്നൽ വരും. നിങ്ങൾക്കും ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലും വരും. ഇവിടെ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഏതോ ഒരു മഹാദശാകാലം നടക്കുകയാണ്. മുന്നേ ഒരു മഹാദശാകാലം വന്നപ്പോൾ നിങ്ങൾ ശാരീരികമായി ഒത്തിരി തകർന്നു പോയി. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മഹാദശാകാലം വന്നിരിക്കുന്നത് നിങ്ങളെ ശാരീരികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈമാണ്. ഇനി നിങ്ങൾക്ക് അറിവ് ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കണം. അറിവ് ഏതൊക്കെ വഴിയിൽ കൂടെ കിട്ടുമോ അത്രയും അറിവ് എനിക്ക് നേടണം എന്നുള്ള ആ ഒരു തോന്നൽ വരും. ഏകാഗ്രത ഉണ്ടാവും. മെഡിറ്റേഷൻ ചെയ്യാൻ മനസ്സ് വരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഇനി അങ്ങോട്ട് തോന്നും, അല്ല എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനൊരു മനസ്സ് വരും. കൂടാതെ വർക്കിൽ ഒന്നും വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, അലസതയൊക്കെ ആണെങ്കിൽ അതെല്ലാം മാറും. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശരീരത്തിനോട് വളരെയധികം ആത്മാർത്ഥത പുലർത്തും. അത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള എന്തെങ്കിലും എക്സസൈസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആഹാരം ക്രമീകരിക്കുന്നതോ അതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മുന്നേക്ക് നിങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പോകുമ്പോൾ പോട്ടെ എന്നുള്ള രീതിയിൽ അതിനെ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂ ആണോ ഉള്ളത് അതിനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല, കൂടുതലായിട്ട് ഹെൽത്ത് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന എനിക്ക് ചെയ്യണം, അങ്ങനെ തോന്നൽ വരും നിങ്ങൾക്ക്.
നിങ്ങൾ പാസ്റ്റിൽ എന്തോ വലിയ ഒരു കാര്യം അനുഭവിച്ചു. അത് അനുഭവിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ പറയുന്നത്, ദൈവമേ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നത്, എന്തിനാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്, എനിക്ക് എന്തിനാ ഇങ്ങനൊരു അനുഭവം തന്നത് ദൈവമേ എന്ന് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു, അത് നടന്നേ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടായേ പറ്റത്തുള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു വിധി നിങ്ങൾക്ക് തന്നത്, അങ്ങനെ ഒരു പരിവർത്തനം തന്നത്. അതുകൊണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഡെസ്റ്റിനിയിൽ അത് നേരത്തെ എഴുതപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്ത വയ്ക്കരുത്. നിങ്ങൾ എന്തിനാ അങ്ങനെ സംഭവിച്ചേ എന്നുള്ള രീതിയിലുള്ള ചിന്ത വയ്ക്കരുത്. നിങ്ങൾ ഒന്ന് റിലീസാക്കി കളയുക. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും ആ ഒരു പഴയ കാര്യം അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു വിഷമം എന്താണോ അത് മറക്കാൻ ശ്രമിക്കുക, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്ന്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒന്നും മോശം സംഭവിക്കത്തില്ല. ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. മുന്നോട്ടുള്ള ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു മോശം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അത് വിചാരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറക്കുക. നിങ്ങൾ മാക്സിമം ഇനി അങ്ങോട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും മാനിഫെസ്റ്റേഷൻ സംഭവിച്ച് വീണ്ടും നിങ്ങൾക്ക് ദുഃഖം മാത്രമായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കാതെ ഇനി വരാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എന്താണോ അത് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ആഗ്രഹങ്ങൾ വയ്ക്കൂ നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും നല്ല ഒരു സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വപ്നത്തിനെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കുക, അവിടെ എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതിന് എന്താണ് മാർഗം, അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഇനി അവെയറായിട്ടിരിക്കൂ. നിങ്ങൾക്ക് സഡനായിട്ട് എന്തോ പ്രാപ്തമാകാൻ പോവുകയാണ്. സഡനായിട്ടൊരു ഗെയിൻ നിങ്ങൾക്ക് കിട്ടുവാൻ പോവുകയാണ്. സഡനായിട്ട് കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗെയിൻ ഉണ്ടാവും, ഒരു ജമ്പ് നിങ്ങൾക്ക് കരിയറിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു ഗെയിനിൻ്റെ ആ ഒരു ജമ്പ്, ഉയർച്ചയുടെ ആ ഒരു ജമ്പ് കരിയറിൽ സഡനായിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ നോട്ടുകൾ, ഡോളറിൻ്റെ ചെയ്ത് ഇല്ലെങ്കിൽ സ്വർണം, ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം, അവള്, ഇല്ലെങ്കിൽ നമ്മുടെ ആന, ഇതെല്ലാം കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം ലക്ഷ്മി ദേവിയുടെ ആ ഒരു ഇതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതായിരിക്കും. പൈസയും സ്വർണ്ണ നാണയങ്ങൾ, ഗോൾഡ്, അതിൻ്റെയൊക്കെ ആ ഒരു ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കൊരു ജോലി ഇല്ല എങ്കിൽ സഡനായിട്ട് ആരെങ്കിലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ക്യാഷ് നിങ്ങൾ വിചാരിക്കുന്നതല്ല, അതിനപ്പുറം ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ക്യാഷ് കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും രീതി നിങ്ങൾക്കറിയാം, അതിൽ നിങ്ങൾ പൈസ ചിലവാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളൊന്ന് ബിലീവ് ചെയ്താൽ മാത്രം മതി ദൈവത്തിനെ, എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഫെയ്റ്റഡ് ആയിട്ടുള്ള ചില സെലിബ്രേഷൻസ് ഉണ്ട്. ആ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ്റെ ആ ഒരു നിമിഷം ക്രിയേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ആ ഒരു സെലിബ്രേഷൻ ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 2026 എന്തോ ഒരു വലിയ ഒരു സന്തോഷം, എന്തോ ഒരു വലിയ സെലിബ്രേഷൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ. നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് എന്താവും, ജയിക്കുമോ ഞാൻ എന്നാണ്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളെ യൂണിവേഴ്സ് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും അവിടെ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ 6666 കാണണമെങ്കിൽ വിചാരിക്കുക, പാസ്റ്റ് ജന്മത്തിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു നല്ല കർമ്മമുണ്ട്. ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ലഭിക്കാൻ പോകുകയാണ് എന്ന് വിചാരിക്കുക. നമ്പർ 3യുടെ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ 3-ാം തീയതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു
ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ എന്തായാലും ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെറുതല്ലെങ്കിൽ വലിയൊരു ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ ഒരു സമയം നിങ്ങൾക്ക് 3 നമ്പറുകളായിട്ട് കാണാൻ സാധിക്കും. 1333 അല്ലെങ്കിൽ 333 അല്ലെങ്കിൽ 555 155 ഇങ്ങനെ നമ്പറുകളായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഒരു വണ്ടി ഇപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് തിരിച്ച് പോവേണ്ടി വരത്തില്ല, ഒരിടത്തും പിറകിലോട്ട് നോക്കേണ്ട അവസ്ഥ വരത്തില്ല. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ടാണ്, നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്നുള്ള കാര്യത്തിൽ. ഉറപ്പായിട്ടും നിങ്ങൾ പോകുന്ന വഴി ശരിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനൊരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനു മുന്നേ ഇങ്ങനൊരു അത്ഭുതം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനൊരു അത്ഭുതം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരു ദിവസം നിങ്ങൾ ലൈഫിൽ നോട്ട് ചെയ്ത് വെക്കും. ആ ഒരു ദിവസം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഒരു ദിവസമായിരിക്കും ഈ ഒരു അത്ഭുതം നടക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾ പറയും ഈശ്വരനോട്, ദൈവമേ ഇത്രയും ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെ എൻ്റെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവം ചേഞ്ചസ് കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും. നിങ്ങൾ ആ ഒരു ദിവസം എഴുതി വയ്ക്കും, നോട്ട് ചെയ്ത് വയ്ക്കും, ദൈവമേ ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കത്തില്ല എന്ന് പറഞ്ഞ്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സന്തോഷിക്കണം. അത് കാണാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഇന്നത്തെ ദിവസം ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് എന്ന്. ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തിൻ്റെ ആ ഒരു പുറത്ത് വച്ചേക്കാണ്. അതുകൊണ്ട് നിങ്ങളിനി ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓരോ സമയമാകുമ്പോഴും എന്തൊക്കെ നിങ്ങൾക്ക് തരണമോ അതെല്ലാം ദൈവം തരിക തന്നെ ചെയ്യും. ഇവിടെ വരാൻ പോകുന്ന സമയം അങ്ങനൊരു ദിവസം ഉണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചിട്ട് ആ ഒരു ദിവസത്തിനെ കുറിച്ച് കമൻറ്റ് സെക്ഷനിൽ പറയും. അതായത് മാഡം ഇങ്ങനൊരു ദിവസം എൻ്റെ ലൈഫിലുണ്ടായി, ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഇങ്ങനൊരു ദിവസം ഉണ്ടാകുമെന്ന്, പക്ഷേ അങ്ങനൊരു ദിവസം ഉണ്ടായി എന്ന് നിങ്ങൾ കമൻറ്റ് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അത്രയ്ക്ക് നല്ലൊരു ദിവസം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. എന്ത് കാര്യം ചെയ്യാനും കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുവാൻ പോവുകയാണ്. നിങ്ങൾ അതോറിറ്റിയിൽ ഉറപ്പായിട്ടും വരികയെ തന്നെ ചെയ്യും. നിങ്ങളുടെ യോഗം അങ്ങനെയുള്ളൊരു യോഗമായാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു ലാഭം ഉണ്ടാവും, കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഇത് രണ്ടും നിങ്ങൾക്ക് ഉണ്ടാവും. പൈസയ്ക്ക് ഇനി നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഇവിടെ എന്തായാലും ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു ടേൺ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ മനസ്സിലാവുക പോലും ഇല്ല നിങ്ങളുടെ ലൈഫിൽ ടേൺ വരാൻ പോവുകയാണ്. ആ രീതിയിലൊരു ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 5 മണിക്കൂറിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ 3 ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കാം. എന്തായാലും ഒരു ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദിവസം വരും. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടേൺ വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഇനി അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പോകരുത്. നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു സന്തോഷം വരാൻ പോവുകയാണ് എന്ന് തന്നെ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചോളൂ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.